ഇന്നലെ രാവിലെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയും CPM നേതാവുമായ MB രാജേഷ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 1000 ബലൂണുകൾ പറത്തിയതിനു ശേഷം വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത സ്പിരിറ്റുമായി CPM നേതാവ് അറസ്റ്റിൽ എന്നാണ്. തെറ്റിപ്പോകരുത്, CPM നേതാവ്. ഇതാണ് ആ CPM നേതാവ്. പേര് കണ്ണൻ വാസു. പാലക്കാട് ചിറ്റൂർ 5-ാം മൈലിലെ CPM ബ്രാഞ്ച് സെക്രട്ടറി. പ്രധാന തൊഴിൽ കള്ള് കച്ചവടം. കള്ളിൽ ലഹരി കുറവായതുകൊണ്ട് ഒരൽപ്പം സ്പിരിറ്റ് ചേർക്കും. ആ സ്പിരിറ്റാണ് എക്സൈസ് പിടികൂടിയത്. 1ഉം 2ഉം ലിറ്റർ അല്ല, 875 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. CPM ബ്രാഞ്ച് സെക്രട്ടറിയായ കണ്ണനിൽ നിന്നല്ല, ഈ അപ്പാവിയിൽ നിന്നാണ് പിടികൂടിയത്. ഈ അപ്പാവിയുടെ പേര് പ്രഭു കൃഷി ആവശ്യത്തിന് പാട്ടത്തിനെടുത്ത തോട്ടത്തിൽ കുഴിച്ചിട്ട നിലയിലാണ് സ്പിരിറ്റ് എക്സൈസ് തൃശൂർ ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയത്. അതെന്താ ചിറ്റൂരിൽ എക്സൈസ് ഇല്ലേ എന്ന് ചോദിക്കരുത്, ഉണ്ട്. പക്ഷെ കണ്ണന്റെ സ്പിരിറ്റ് പിടിക്കാൻ തൃശൂരിൽ നിന്ന് എക്സൈസ് എത്തേണ്ടി വന്നു. ബാക്കിയൊക്കെ നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളൂ. അധികം വൈകാതെ CPM കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് പാർട്ടിക്ക് ദോഷപ്പേരുണ്ടാക്കിയ കണ്ണനെ പുറത്താക്കുമായിരിക്കും. അതൊക്കെ CPMന്റെ ആഭ്യന്തര കാര്യം. ഇനി മറ്റൊരു കാര്യം, DYFI സംഘടിപ്പിച്ച ലഹരിക്കെതിരായ ജനകീയ സദസ്സ് 5-ാം മൈലിൽ ഉദ്ഘാടനം ചെയ്തതും നമ്മുടെ കണ്ണനാണ്. അതൊക്കെ പോട്ടെ. സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാതെ പറ്റില്ലല്ലോ. ആദ്യം നിങ്ങളുടെ പാർട്ടി ലഹരിമുക്തമാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കുന്നത്. എന്തായാലും ഗവൺമെന്റ് കാര്യമല്ലേ, ബലൂണൊക്കെ പറത്തട്ടെ.